കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ നാളെ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാനും തീരുമാനമായി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. കെ.എസ്.ആർ.ടി.സിയിലെ ശമ്പള പ്രതിസന്ധിയും DA വിഷയവും ചർച്ച ചെയ്യാനാണ് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. വായ്പ ലഭിക്കുന്ന മുറയ്ക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകും. തൊഴിലാളികളുടെ ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനം സർക്കാരിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും DAയും ജീവനക്കാർക്ക് ഉടൻ നൽകുമെന്നും യോഗത്തിനു ശേഷം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ചെയ്തതുപോലെ രണ്ടു ഗഡി നാളെ കാശ് കിട്ടിയാൽ മുഴുവൻ കിട്ടാൻ കാത്തു നിൽക്കില്ല. എന്നാണോ കാശ് കിട്ടുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഉടനെ തന്നെ ജീവനക്കാർക്ക് വിതരണം ചെയ്യുക എന്നൊരു മെക്കാനിസമാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. ചർച്ചയിലുണ്ടായ ധാരണയെ തുടർന്ന് സമരം പ്രഖ്യാപിച്ച ജീവനക്കാർ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കെ.എസ്.ആർ.ടി.സിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സുശീൽ ഖന്നയുമായി ഈ മാസം 15-ന് ചർച്ച നടത്തും. പ്രാഥമിക റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ കർശനമായി നടപ്പാക്കുമെന്നും കെ.എസ്.ആർ.ടി.സിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽപ്പെട്ട് കശുവണ്ടി മേഖലയിൽ 40% വ്യാപാരം ഇടിഞ്ഞു. ആഭ്യന്തര വിപണിയിലാണ് തിരിച്ചടി നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് കശുവണ്ടി വ്യാപാരികൾ പറയുന്നു. കശുവണ്ടി പരിപ്പ് കയറ്റുമതിയിലൂടെ വിദേശ നാണ്യം ലഭിക്കുന്നതിന് സമാനമാണ് ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള വരുമാനവും. 5000 കോടി രൂപയുടെ വ്യാപാരം പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നോട്ട് നിരോധനത്തെ തുടർന്ന് ഇക്കുറി ഇതുവരെ വിറ്റുവരവിൽ 40% കുറവ് രേഖപ്പെടുത്തി. ദില്ലി, പഞ്ചാബ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ് പ്ലെയിൻ റോസ്റ്റ് പരിപ്പ് വാങ്ങുന്ന പ്രധാനികൾ. നോട്ട് നിരോധനത്തിന് മുമ്പ് ലഭിച്ച ഓർഡറുകളിൽ പലതും പിൻവലിച്ചു എന്ന് മാത്രമല്ല, വിറ്റതിന്റെ പണം കിട്ടുന്നത് സ്വപ്നമായി മാറുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ കശുവണ്ടി കയറ്റുമതിക്കാർ. ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സിനെ ബാധിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ 30% ലോക്കൽ പോകുന്ന ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോകുന്നതാണ്. അവിടെ നിന്നുള്ള ബൈങ് കംപ്ലീറ്റ് നിന്നു. കാരണം അവർക്ക് കസ്റ്റമേഴ്സിന് അവിടെ രൂപ കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ അവിടെ പറ്റാത്തതുകൊണ്ട് അവരുടെ ബൈങ് ഇവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബിസിനസ് പരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീമോണിറ്റൈസേഷൻ കൊണ്ട് ബിസിനസ്സിൽ ഹെവി ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. നോട്ട് ക്ഷാമം മൂലം എല്ലാ രംഗത്തും ഉണ്ടായ മാന്ദ്യം കശുവണ്ടി മേഖലയിലും പ്രതികൂലമായി ബാധിച്ചു. പരിപ്പ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് ആഭ്യന്തര വിപണിയിലെ വ്യാപാരം കുറയാൻ ഇടയാക്കിയതെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. വിദേശ മാർക്കറ്റിൽ തന്നെ ഇന്ത്യൻ കശുവണ്ടി വ്യാപാരം കടുത്ത വെല്ലുവിളി നേരിടുമ്പോഴാണ് നോട്ട് പ്രതിസന്ധി മൂലം ആഭ്യന്തര വിപണിയിലും കശുവണ്ടി വ്യാപാരം ഇടിയുന്നത്. കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ബഹിരാകാശ രംഗത്തെ അഭിമാനമായ VSSCയിൽ തൊഴിലാളികൾ സമരമുഖത്തേക്ക്. 3000-ഓളം കരാർ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടാനുള്ള മാനേജ്മെന്റ് തീരുമാനമാണ് സമരത്തിന് ആധാരമായ വിഷയം. 500-ഓളം DTP ഓപ്പറേറ്റർമാരെ ഇതിനോടകം പിരിച്ചുവിട്ടു കഴിഞ്ഞു. മാനേജ്മെന്റിന്റേത് കടുത്ത മനുഷ്യത്വരാഹിത്യമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ തിരുവനന്തപുരം VSSC യൂണിറ്റിലെ 3000-ഓളം കരാർ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടാനുള്ള നീക്കമാണ് തൊഴിലാളികളെ സമരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ പകരം തൊഴിൽ ദാതാക്കളായി ഏൽപ്പിക്കാനാണ് മാനേജ്മെന്റ് നീക്കം നടത്തുന്നത്. ഇതിന്റെ മുന്നോടിയായി 500-ഓളം DTP ജോലിക്കാരെ പിരിച്ചുവിട്ടു കഴിഞ്ഞു. വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നിലവിൽ മാൻ പവർ കോൺട്രാക്ട് സിസ്റ്റമായിരുന്നു നിലവിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ ഒരു മാനേജ്മെന്റ് സിസ്റ്റം പീസ് വർക്ക് റേറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയുടെ പകുതി പോലും, ഒരു 300 രൂപ, തുച്ഛമായ 300 രൂപ പോലും നമുക്ക് കിട്ടാതെ അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ജോലികൾ പുറംകരാർ നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ സ്ഥാപിത താൽപര്യമാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാണ് തൊഴിലാളികൾ സമരത്തിലൂടെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആവശ്യം. ഇന്നലെ മുതൽ ആരംഭിച്ച തൊഴിലാളി സമരത്തിന് വിവിധ ട്രേഡ് യൂണിയനുകൾ പിന്തുണ പ്രഖ്യാപിക്കാനാണ് സാധ്യത. മാസത്തിൽ മുഴുവൻ ദിവസവും ജോലി നോക്കുന്ന തങ്ങൾക്ക് ശമ്പളത്തോടുകൂടി 2 ലീവെങ്കിലും അനുവദിക്കണമെന്നതാണ് മുഴുവൻ തൊഴിലാളികളുടെയും ഒറ്റക്കെട്ടായ ആവശ്യം. കരാർ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ പ്രതിസന്ധി രൂക്ഷമാകുന്നു. പുതിയ റിലീസ് ഇല്ലാത്തതിനാൽ 10 മുതൽ A ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടേക്കും. ഇതിനിടെ മലയാള സിനിമ കടുത്ത നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സമരം വേഗം അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടു. തിയേറ്റർ വിഹിതം 50% വേണമെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകളും നിലവിലെ 40% നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ നിർമ്മാതാക്കളും ഉറച്ചു നിന്നതോടെയാണ് സിനിമാ സമരം ആരംഭിച്ചത്.
ഡിസംബർ 16 മുതൽ ചിത്രീകരണവും റിലീസും നിർത്തിവെച്ചതോടെ പുതിയ ചിത്രങ്ങളില്ലാത്തതിനാലാണ് തിയേറ്ററുകൾ അടച്ചിടാനുള്ള എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ നീക്കം. 10-ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. ഇതിനിടെ ലാഭവിഹിതത്തിൽ നിലവിലെ സ്ഥിതി തുടർന്ന് സമരം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും പ്രസിഡന്റ് സിബി മലയിലും ആവശ്യപ്പെട്ടു. മലയാള സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങണം. മലയാള ചിത്രങ്ങളുടെ ചിത്രീകരണം ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കണം. അതിന് തൽസ്ഥിതി തുടരുക എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് മടങ്ങണം. തിയേറ്ററുകൾക്ക് ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവരണമെന്നും റെഗുലേറ്ററി അതോറിറ്റി വരുന്നതിനോട് യോജിപ്പില്ലെന്നും ഫെഫ്ക വ്യക്തമാക്കി. മലയാളത്തിന്റെ അഭിമാനമായ കമലിനും MT വാസുദേവൻ നായർക്കുമെതിരെയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഫെഫ്ക പ്രതിഷേധം രേഖപ്പെടുത്തി. കമലിനെതിരെ നടന്ന സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. എല്ലാവരും ഞങ്ങൾ ആദരിക്കുന്ന ശ്രീ MT വാസുദേവൻ നായർക്കെതിരെയും സമാന സ്വഭാവമുള്ള ചില ആക്രമണങ്ങൾ ഞങ്ങൾ കാണുന്നത്. MT വാസുദേവൻ നായരെ നിന്ദിക്കുക എന്ന് പറയുന്നത് മലയാള ഭാഷയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലിബർട്ടി ബഷീറിന്റെ തിയേറ്ററുകളിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നതായി ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി ശ്രീകുമാർ. സിനിമാ ടിക്കറ്റ് വിൽപ്പനയിൽ തിരിമറി നടത്തി സർക്കാരിനെ കരുതേക്കാനുള്ള ശ്രമമാണ് ബഷീർ നടത്തുന്നതെന്നും പി ശ്രീകുമാർ ആരോപിച്ചു. ഇത് ചുരുക്കം ചില വ്യക്തികളുടെ, പ്രധാനമായും ബഷീറിന്റെ കൂടെ ചുറ്റും വലയത്തിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെയും വ്യക്തി താല്പര്യത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ക്ഷേമനിധിയുടെ ആവശ്യമാണ്. ഈ സമരം ടിക്കറ്റിന് എതിരെയായിട്ടാണ് ഇദ്ദേഹം പ്രയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ടിക്കറ്റ് വരണത് ഇഷ്ടമില്ല. അപ്പം തിയേറ്ററിൽ എത്രത്തോളം തിയേറ്ററുകാർ തിരിമറി നടത്തുന്നു, ടാക്സ് ഗവൺമെന്റിനെ പറ്റിക്കുന്നു, പ്രൊഡ്യൂസറെ പറ്റിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കൊല്ലത്ത് നിന്ന് 2 വർഷം മുമ്പ് കാണാതായ കൃഷ്ണകുമാറിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൃഷ്ണകുമാറിനെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ തള്ളിയ റോയി തന്നെയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ പോലീസിന് കാണിച്ചു കൊടുത്തത്. കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ചിന്നക്കടയിലെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് കൃഷ്ണകുമാറിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാലിന്റെയും കൈയുടെയും താടിയിലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. തലയോട്ടി അടക്കമുള്ള ഭാഗങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്താനായില്ല. മൃതദേഹത്തിലെ വലിയ എല്ലുകൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി വേറെ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി റോയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. 2014 നവംബർ 11-നാണ് ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തുന്നത്. റോയിയുടെ ഭാര്യയെയും മകളെയും ശല്യപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊല. സംഭവം നടന്ന 2 വർഷത്തിനു ശേഷം കഴിഞ്ഞയാഴ്ചയാണ് മദ്യലഹരിയിൽ പ്രതികൾ കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞത്. കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ചിന്നക്കട സ്വദേശികളായ കുഞ്ഞുമോൻ, അയ്യപ്പൻ എന്നിവരാണ് ഒളിവിൽ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എഴുത്തുകാരെ തരംതിരിച്ച് ഭിന്നിപ്പിക്കാനാണ് ശ്രമമെന്ന് നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ. എഴുത്തുകാർ അനീതിക്കെതിരെ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നിലപാടിനൊപ്പം മാറി മറിയേണ്ടതല്ല സാഹിത്യകാരന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രിയും കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം പ്രൗഢ സദസ്സിനെ സാക്ഷ്യം നിർത്തിയാണ് സി രാധാകൃഷ്ണന് സമ്മാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സി രാധാകൃഷ്ണനെ പൊന്നാട അണിയിക്കുകയും ഫലകവും പ്രശസ്തിപത്രവും നൽകുകയും ചെയ്തു. വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപരിച്ച വ്യക്തിയാണ് സി രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നിലപാടിനൊപ്പം മാറി മറിയേണ്ടതല്ല സാഹിത്യകാരന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പക്ഷത്തിനാവണം സി രാധാകൃഷ്ണനെ പോലുള്ളവരുടെ വാക്കിന്റെ തണൽ. ഈ പ്രതിബദ്ധതയെക്കുറിച്ച് നമുക്കെല്ലാം ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് അപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം മാറി മറിയേണ്ട ഒന്നല്ല. എഴുത്തുകാരെ തരംതിരിച്ച് ഭിന്നിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് സി രാധാകൃഷ്ണൻ വിമർശിച്ചു. എഴുത്തുകാർ അനീതിക്കെതിരെ എന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും തെറ്റു ചെയ്താൽ വിമർശിക്കുമെന്നും സി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഒരു കാര്യം സൂക്ഷ്മമാണ്. വളർന്ന് നമ്മളിപ്പോൾ അഭിപ്രായം പറയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്തഭിപ്രായം പറഞ്ഞാലും നിങ്ങളെ ഒരു കള്ളിയിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം കുറച്ചൊന്നുമല്ല നമുക്ക് ദോഷം ചെയ്യുന്നത്. എഴുത്തുകാരായ ഞങ്ങൾ എല്ലാ കാലത്തും ഏത് സമുദായത്തിലും ഏത് സംവിധാനത്തിലും അവിടെയുള്ള അനീതികളെയും അക്രമങ്ങളെയും പോരായ്മകളെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട.
സാംസ്കാരിക മന്ത്രി AK ബാലൻ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, കവയിത്രി സുഗതകുമാരി തുടങ്ങി നിരവധി സാംസ്കാരിക പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ കൈരളി വ്യൂവേഴ്സ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരത്തിന് കൈരളി പീപ്പിൾ ന്യൂസ് എഡിറ്റർ KK നീലിമ അർഹയായി. നേതൃതലങ്ങളിൽ ഉൾപ്പെടെ മാധ്യമരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കൈരളി TV ഓഫീസിൽ നടന്ന ചടങ്ങിൽ അമേരിക്കൻ വ്യൂവേഴ്സ് ഫോറം ജനറൽ കൺവീനർ ജോസ് കടാപുറം അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ കൈരളി TV സീനിയർ ഫിനാൻസ് ഡയറക്ടർ M വെങ്കിട്ടരാമൻ, ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ, HR മാനേജർ മുഹമ്മദ് ആരിഫ്, ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് വർമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. 57ാം സംസ്ഥാന കലോത്സവത്തിനായി ഒരുങ്ങുകയാണ് കണ്ണൂർ. കലോത്സവം ഏറ്റവും മികവുറ്റതാക്കാനും അതിവേഗത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുമുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ജാഗ്രതയുടെ അതിവേഗത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങുകയാണ് കണ്ണൂർ. പ്രധാന വേദിയായ നിലയിൽ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രധാന പന്തലിന്റെ കാൽനാട്ട് നിർവഹിച്ചു. സംഘാടക സമിതി ഓഫീസ് കെട്ടിടം മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം വേദിയായ ചന്ദ്രഗിരിയിലും ജവഹർ സ്റ്റേഡിയത്തിലെ പമ്പയിലുമെല്ലാം പന്തലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 50ഓളം കലാരൂപങ്ങളും 15 പ്ലോട്ടുകളും ഒരുങ്ങുന്ന വിളംബര ജാഥയുടെ സമാപനത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ച കലാനഗരിയിൽ ഘോഷയാത്രയിലുടനീളമുണ്ടാവുന്ന അലങ്കരിച്ച ചെടി നടും. 20 വേദികളിലായി 232 ഇനങ്ങളിൽ 12,000ഓളം കലാകാരന്മാർ 16 മുതൽ കണ്ണൂരിനെ ഉത്സവ ലഹരിയിലാഴ്ത്തും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാസർഗോഡ് ഇരിയണ്ണിയിൽ നടക്കുന്ന ദേശീയ തെരുവ് നാടകോത്സവം നാടിന്റെ ഉത്സവമായി മാറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് തെരുവരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ അരങ്ങുണർത്തുന്നത്. തെരുവരങ്ങ് ഇന്ന് സമാപിക്കും. വേറിട്ടൊരു നാടകക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കുകയാണ് കാസർഗോഡ് ഇരയണ്ണി ഗ്രാമം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടക പ്രവർത്തകർ അവതരിപ്പിക്കുന്ന തെരുവ് നാടകങ്ങൾ കാണാൻ വൻ ജനാവലിയാണ് എത്തുന്നത്. കേരള സംഗീത നാടക അക്കാദമിയാണ് ദേശീയ തെരുവ് നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 നാൾ നീളുന്ന നാടകോത്സവം പ്രശസ്ത നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണത്തിൻ്റെതായ അരങ്ങിൻ്റെതായ ശക്തമായ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പ്രബോധനത്തിൻ്റെ കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി. ഇപ്പോഴത്തെ കാലഘട്ടത്ത് മറന്നുപോകുന്ന ചരിത്രത്തിൻ്റെ പിൻഏടുകളെ ഓർമ്മയിൽ കൊണ്ടുവരത്തക്ക രംഗസാക്ഷാത്കാരങ്ങളാണ് സാധ്യമാകുന്നത്. അത് അരങ്ങിന് സ്ട്രീറ്റ് തിയേറ്ററിൽ തന്നെ സാധിക്കും. തെരുവ് നാടക ഗവേഷകൻ നരസിംഹമൂർത്തി മുഖ്യാതിഥിയായിരുന്നു. PVK പനയാൽ, ഉമേഷ് ശാലിയാൻ, ഖാലിദ് വെള്ളിപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സംഘടനകളുടെ നാടകങ്ങൾ അരങ്ങേറി. അല്ല, ഈ രാമേട്ടനും നാരായണിയും എന്തിനാണ് അവരുടെ അടുക്കള തെരുവിലേക്ക് മാറ്റിയത്? ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വലിയ ജനപങ്കാളിത്തമാണ് നാടകോത്സവത്തിന് ലഭിച്ചത്. നാടകോത്സവം ഇന്ന് വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബിനാലെ വേദിയായ ഫോർട്ട് കൊച്ചി ആസ്പിൻ വാളിലെത്തുന്നവരുടെ കരള ലിപികയാണ് വേദനയുടെ കടൽ എന്ന ഇൻസ്റ്റലേഷൻ. സിറിയൻ കലാപത്തിൽ രക്തസാക്ഷികളായവർക്കും പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ടവർക്കുമുള്ള പ്രണാമമായാണ് ചിലിയൻ കവി റൗൾ സുറീറ്റ ഈ കലാസൃഷ്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവനറ്റ് മെഡിറ്ററേനിയൻ കടൽ തീരത്തടിഞ്ഞ 2.5 വയസ്സുകാരൻ ഐലാൻ ഖുർദിന്റെ ഈ ചിത്രം ലോകത്തോട് തീർക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ഐലാന്റെ ചിത്രം സിറിയൻ അഭയാർത്ഥികളുടെ പ്രതിസന്ധി വിളിച്ചു പറയുന്ന മുഖമുദ്രയാണ് എന്നിരിക്കെ ഐലാന്റെ സഹോദരൻ 5 വയസ്സുകാരൻ ഖാലിബ് ഖുർദിയുടെ മരണത്തിന് പക്ഷേ ചിത്രങ്ങളില്ല. അതിനാൽ തന്നെ ഖാലിബ് ഉൾപ്പെടുന്ന സിറിയൻ അഭയാർത്ഥികൾക്കുള്ള സ്മാരകമായാണ് കവി കൂടിയായ ചിലിയൻ കലാകാരൻ റൗൾ സുറീറ്റ ഈ കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത്. കടൽ ജലം നിറച്ച മുറിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചുവരിൽ നമുക്ക് കാണാം റൗളിന്റെ അർത്ഥവത്തായ വരികൾ. ഞാനവന്റെ അച്ഛനല്ല, പക്ഷേ ഖാലിബ് എന്റെ മകനാണ് എന്നാണ് മനുഷ്യസ്നേഹിയായ കലാകാരൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാഴ്ചക്കാർക്ക് തീർത്തും പുതുമയുള്ള അനുഭവം. നിങ്ങൾ എന്നെ കാണുന്നില്ലേ, അതേപോലെ അങ്ങനെ കുറേ മെസ്സേജുകൾ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിഞ്ചു ബാലനം സംഭവിച്ചത്, അപ്പം അതിൻ്റെയൊക്കെ ഒരു അനുസ്മരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് നമുക്കും ആ ഒരു എന്താ പറയുക വേദന മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പലായനത്തിന് വിധിക്കപ്പെടുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും കൊല ചെയ്യപ്പെടുന്നവരും അനുദിനം വർദ്ധിക്കുമ്പോൾ മാനവരാശിയുടെ പരാജയത്തെയാണ് കലാകാരൻ ഇവിടെ തുറന്നു കാണിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സമീർ വടങ്ങോട്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രത്യാശകളെയും പ്രമേയമാക്കി ഷോർട്ട് ഫിലിം. വയനാട് പുൽപ്പള്ളിയിലുള്ള കൃപാലയ സ്പെഷ്യൽ സ്കൂളാണ് ഈ ഹ്രസ്വ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന ഇവരുടെ ജീവിതം ഹൃദയസ്പർശിയായ അവതരണത്തിലൂടെ സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം. ഭിന്നശേഷിയുള്ള ഒരു പെൺകുട്ടിക്ക് കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും
സ്പെഷ്യൽ സ്കൂൾ വഹിക്കുന്ന പങ്കുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെയും അവരെ മാറ്റി നിർത്തുന്ന സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്നതാണ് ചിത്രത്തിന്റെ ലക്ഷ്യം. ഒരിക്കലും അടയ്ക്കപ്പെടേണ്ടവരല്ല, പുറത്തു വരേണ്ടവരാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണെന്നുള്ള മനസ്സിലാക്കി എടുക്കുവാനുള്ള ഒരു വലിയ ഒരു സന്ദേശം ഈ മറ്റുള്ളവർ കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. പുൽപ്പള്ളിയിലെ കൃപാലയ സ്പെഷ്യൽ സ്കൂൾ നിർമ്മിക്കുന്ന ഈ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിവിൻ തോമസ് ആണ്. കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും ഈ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമാകുന്നുണ്ട്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനകളെ വരച്ചുകാട്ടുന്ന ചിത്രം കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, വയനാട്. ശബരിമലയിലെ പ്രധാന പ്രസാദമായ ഉണ്ണിയപ്പ നിർമ്മാണം വീണ്ടും നിർത്തിവെച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഉണ്ണിയപ്പ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അപ്പ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണിത്. അപ്പ നിർമ്മാണ യൂണിറ്റ് താൽക്കാലികമായി അടച്ചതോടെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നേരത്തെ നൽകിയ നിർദ്ദേശം ദേവസ്വം ബോർഡ് അധികൃതർ പാലിക്കാതിരുന്നതിനാലാണ് അപ്പം നിർമ്മാണം നിർത്തിവെക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. ഉണ്ണിയപ്പ നിർമ്മാണം പൊടുന്നനെ നിർത്തിവെപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും നിർമ്മാണ യൂണിറ്റ് തന്നെ താൽക്കാലികമായി അടപ്പിച്ചതും. ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെ ഉണ്ണിയപ്പ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിർദ്ദേശം. തീർത്ഥാടകർ കൊണ്ടുവരുന്ന അരിയിൽ ഭസ്മവും കർപ്പൂരവും കലരുന്നുണ്ടെന്നും ഇതിൽ ജലാംശം കൂടുതലാണെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഉണ്ണിയപ്പത്തിന് ചെറിയ തോതിൽ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പരിഹാരം കാണാൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ബോർഡംഗം കെ രാഘവൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ കാര്യക്ഷമമായ ഇടപെടൽ ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപവുമുണ്ട്. അപ്പം നിർമ്മാണം പുനരാരംഭിക്കാനിരിക്കെ വീണ്ടും അടച്ചിടാനുള്ള നിർദ്ദേശം വന്നതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും. വൈകിട്ട് 5:30 എക്സിക്യൂട്ടീവ് ഓഫീസിന് മുന്നിൽ കൂടി നിന്ന ഇവർ ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശിശുക്ഷേമ സമിതിയുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. ജനറൽ സെക്രട്ടറിയായി SP ദീപക്, വൈസ് പ്രസിഡന്റായി അഴീക്കോടൻ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായി PS ഭാരതി, ട്രഷററായി രാധാകൃഷ്ണൻ, 3 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. സാമൂഹ്യക്ഷേമ മന്ത്രിയും ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റുമായ KK ശൈലജ ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദന്റെ മലമ്പുഴയിലെ MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രനഗർ കൽമണ്ഡപത്തെ ഓഫീസിന്റെ ഉദ്ഘാടനം VS നിർവഹിച്ചു. ഓഫീസ് നല്ല രീതിയിൽ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് VS പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ വാങ്ങിയാണ് VS മടങ്ങിയത്. CPIM നേതാക്കളായ A പ്രഭാകരൻ, സുഭാഷ് ചന്ദ്രബോസ്, PA ഗോകുൽദാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്യാൻസർ രോഗിക്ക് സ്വാന്തനവുമായി സ്വാന്തനപ്പൂക്കൾ. ഭർത്താവ് ഉപേക്ഷിച്ച കൊല്ലം പുന്നല സ്വദേശി സജ്ജിക്കാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ ആയ സ്വാന്തനപ്പൂക്കൾ 1,40,000 രൂപയുടെ ധനസഹായം നൽകിയത്. ചെയർമാൻ ചുഫിർ ഷാ, ബിനു M കുറുപ്പ്, പീരു മുഹമ്മദ്, ഹബീബ്, കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണം നടത്തിയത്. ഹജ്ജ് യാത്ര കരിപ്പൂരിൽ നിന്ന് പുനരാരംഭിക്കാനുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്ന് മന്ത്രി KT ജലീൽ. ഇതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് അപേക്ഷാ ഫോറം വിതരണോദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹജ്ജ് എംബാർഗേഷൻ കരിപ്പൂരിൽ നിന്ന് തന്നെയാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അല്ലെങ്കിൽ ഹജ്ജ് എംബാർഗേഷൻ ഇത്തവണ ഇവിടെ നിന്ന് തുടങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടും. മന്ത്രിയെ നേരിട്ട് പോയി കണ്ട് ആ കാര്യത്തിലൊരു അഭ്യർത്ഥന നമ്മൾ നടത്തും. വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചില്ലെങ്കിൽ ചെറുവിമാനങ്ങളും ഹജ്ജ് യാത്രക്കായി പരിഗണിക്കും. ഹജ്ജ് ഹൗസിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണവും ഉടനെ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ അനക്സിന് ആവശ്യമായിട്ടുള്ളത് എത്ര പണം ആവശ്യമായിട്ടുണ്ടോ അത് സംസ്ഥാന സർക്കാരിന് കഴിയുന്നത് സംസ്ഥാന സർക്കാർ നൽകും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വിഹിതം ലഭിക്കും. ഹജ്ജ് ഹൗസിൽ ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷാ ഫോറം വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു KT ജലീൽ. V അബ്ദുറഹ്മാൻ MLAയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോട്ടയം മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥികൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോളേജ് പ്രിൻസിപ്പൽ PG വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. 8ഓളം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്രഖ്യാപിച്ചത്. 2016 കോട്ടയം മെഡിക്കൽ കോളേജിൽ PG പരീക്ഷ എഴുതിയ 8 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സർവകലാശാല തടഞ്ഞുവെച്ചിരുന്നു.
പരീക്ഷ എഴുതുവാൻ 80% ഹാജർ വേണമെന്ന സർവകലാശാല നിബന്ധന പ്രകാരം ഹാജരുണ്ടായിരുന്നിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ വിദ്യാർത്ഥികളുടെ രേഖകൾ യൂണിവേഴ്സിറ്റിക്ക് നൽകുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ഫലം തടഞ്ഞുവെക്കുന്നതിന് കാരണമായത്. പിന്നീട് 8 വിദ്യാർത്ഥികൾ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുമായി കോളേജ് അധികാരികളെ സമീപിച്ചെങ്കിലും അവർ കടുംപിടുത്തം തുടർന്നതാണ് വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് തള്ളിവിട്ടത്. ഇതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഇടപെട്ടതും വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ചർച്ചയ്ക്ക് വിളിച്ചതും. ഇന്ന് സ്ട്രൈക്ക് നടത്താനായിരുന്നു നമ്മുടെ പ്ലാൻ ആയിരുന്നത്. അത് ഇന്നലെ നടന്നിരുന്ന ചർച്ചയിൽ നമ്മൾ പ്രിൻസിപ്പൾ നമുക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ് ഇന്ന് യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി സാറ് അറ്റൻഡൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ഉറപ്പ് നമ്മൾ വിശ്വാസത്തിലെടുത്ത് നമ്മൾ സമരം താൽക്കാലികമായി മാറ്റിവെക്കുക. നവംബർ 29 ഇതേ ആവശ്യമുന്നയിച്ച് PG അസോസിയേഷൻ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. അന്ന് സമരം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമരപരിപാടിയിൽ നിന്നും PG വിദ്യാർത്ഥികൾ പിൻവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.